കളക്ഷൻ ആയിട്ട് മാറിയിട്ടുണ്ട്. ഇവിടെ ഇന്ന് തന്നെ റിലീസ് ചെയ്തു, ഒരു ചെറിയ സെറ്റപ്പിൽ റിലീസ് ചെയ്തു ആണ്. റെസ്പോൺസ് ഇങ്ങനെ വരുമെന്ന് കാണാം. നിങ്ങളുടെ അഭിപ്രായം എന്താ? താങ്ക് യു സോ മച്ച്. ഇവിടെ എപ്പോഴും കണ്ടന്റ് സപ്പോർട്ട് ഉള്ള ഒരു ഇൻഡസ്ട്രി. അതെ 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 അതറിയൂ അതറിയൂ. സാറിന് അറിയാലോ, നന്നായിട്ട് അറിയൂ നന്നായിട്ട് അറിയൂ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഇപ്പൊ ഒരു പത്ത് സന്തോഷമുണ്ട്. കർണാടകയില് നല്ല റെസ്പോൺസ് ആണ്. ഇവിടെ അത് പ്രതീക്ഷിക്കുന്നത് അല്ലെ? താങ്ക് യു സോ മച്ച്. സപ്പോർട്ട് വേണം. താങ്ക് യു. English. We are happy that our film is releasing in Malayalam. That itself is a big thing for us. So we are happy that if the crowd and the people of Malayalis who will respond to us in mass and will receive us as they always do for a good Malayalam cinema. Thank you. And this movie premise is almost like Kerala only. The village, everything is like. Because the structure, the story belongs to coastal Karnataka, which is almost similar to Kerala. Okay. So it looks so similar. It feels like a Malayalam movie. Yes, thank you, sir. It's a big honor. Thank you. Okay, thank you. Thank you. The filmmakers from Karnataka always cherish Malayalam cinemas. So when it is getting released in Malayalam, it is itself is a big honor for us. So if the crowd receives our film in the same manner as always do, like other Malayalam good cinemas, it is a big honor and proud moment for us. Thank you. ചെറിയ പേരാണെങ്കിലും വലിയൊരു ചിത്രം, അതാണ് ആദ്യം തന്നെ എടുത്തു പറയേണ്ടതെന്ന് പറയാം. പിന്നെ കന്നഡയിൽ നിന്ന് വരുന്ന ഈ ഒരു ചിത്രം ഡബ്ബിംഗ് വളരെ മികച്ചൊരു ഡബ്ബിംഗ്. മലയാളത്തിന് ഇങ്ങനെ ഒരു നല്ല തന്മയത്തോടുകൂടിയുള്ള ഒരു ഡബ്ബിംഗ് ചിത്രം, അത് അങ്ങനെ ഒരു പോരായ്മയായിട്ട് തന്നെ തോന്നില്ല. കാരണം അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറഞ്ഞാല് നടീനടന്മാരുടെ പ്രകടനമുണ്ട്. മലയാളത്തില് നമ്മുടെ പഴയ റേഞ്ചിലുള്ള വെള്ളാനകളുടെ നാട്, പട്ടണപ്രവേശം, നമ്മുടെ അക്കരെ നാടോടിക്കാറ്റ്, ആ ഒരു റേഞ്ചിലൊക്കെ വരുന്ന പൊന്മുട്ടിടുന്ന താറാവ്, അങ്ങനത്തെയൊക്കെ പടങ്ങളുണ്ടല്ലോ. ആ ഒരു റേഞ്ചിലേക്ക് വരുന്ന ഒരു ചിത്രമാണ് എനിക്ക് കണ്ടിട്ട് തോന്നിയത്. പിന്നെ ഇതില് അഭിനേതാക്കളുടെ പ്രകടനത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ JP തുമിനാട് എന്ന് പറഞ്ഞ സംവിധായകൻ തന്നെ നായകനായിട്ട് അരങ്ങേറ്റം കുറിച്ചിട്ട് നല്ല ഉഗ്രൻ അഭിനയമാണ് അദ്ദേഹം. അതേപോലെ തന്നെ രാജ്ബി ഷെട്ടി, നമ്മൾക്കറിയാവുന്ന രാജ്ബി ഷെട്ടി നല്ലൊരു കഥാപാത്രമായിട്ട് ഉടനീളമുണ്ട്. അതേപോലെ തന്നെ കാന്താരയുടെ റൈറ്റില് നല്ലൊരു വേഷം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതില് നമുക്കറിയാത്ത പപ്പുച്ചേട്ടനെയൊക്കെ പോലെ ഇരിക്കുന്ന, നമുക്ക് അങ്ങനെ പറയാനേ പറ്റുള്ളൂ, കാരണം അവരെ പേരൊന്നും നമുക്കറിയില്ല. പക്ഷെ അവരൊക്കെ വളരെ ജീവിച്ചിരിക്കുന്നു എന്ന് പറയാം. പിന്നെ നമ്മൾ ഫാമിലി ആയിട്ടൊക്കെ, ഞാൻ ഫാമിലി ആയിട്ടാണ് വന്നത്, ഫാമിലി ആയിട്ട് കണ്ട് ആസ്വദിക്കാൻ പറ്റിയ ചിത്രം, അത് നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുന്നതാണ്. പക്ഷെ ഈ ഒരു ചിത്രം കാണുമ്പോൾ 5 മിനിറ്റ് നേരം പോലും നമുക്ക് ചിരിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം അത്രമാത്രം 2.5 മണിക്കൂർ